ബോഡി സ്ക്രബ് യൂസ് ചെയ്യാറുണ്ടായിരിക്കുമല്ലോ ഒട്ടുമിക്ക ആളുകളും. എന്നാൽ ഈ ബോഡി സ്ക്രബ് നമുക്ക് പുറത്തുനിന്ന് വാങ്ങി ഉപയോഗിക്കാൻ തീരെ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നാച്ചുറലായിട്ട് വീട്ടിൽ തയ്യാറാക്കാവുന്ന ഒരു ബോഡി സ്ക്രബ് ഞാൻ പരിചയപ്പെടുത്താം. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ഈ ചേരുവകൾ എന്നറിയാനും എങ്ങനെ തയ്യാറാക്കാം എങ്ങനെ ഉപയോഗിക്കാം എന്നറിയാനായിട്ട് വീഡിയോ കാണാം. ബോഡി സ്ക്രബ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഓട്സ് പൊടിച്ചതാണ്. അപ്പോൾ ചെറിയ തരികളായിട്ട് പൊടിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് വേണ്ടത് റോസ് പെറ്റൽ പൗഡറാണ്. അടുത്തതായിട്ട് നമുക്ക് 1 സ്പൂൺ മാത്രം തേനും ആവശ്യത്തിന് റോസ് വാട്ടറും ആവശ്യമാണ്. ഇനി നമുക്കിത് മിക്സ് ചെയ്യാം. അപ്പോൾ ബോഡി സ്ക്രബ് തയ്യാറാക്കി തുടങ്ങാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ 1 സ്പൂൺ റോസ് പെറ്റൽ പൗഡർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. റോസ് പെറ്റൽ പൗഡർ പിഗ്മെന്റേഷൻ കുറയ്ക്കാനും നമ്മുടെ സ്കിൻ ഈവൻ ചെയ്യാനായിട്ടും സഹായിക്കുന്നുണ്ട്. ഇതിലുള്ള ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് നമ്മുടെ ചർമ്മത്തിലുള്ള ആക്നെ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കാനും സഹായിക്കും. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഓട്സ് ആണ്. അപ്പോൾ അത്രയും തന്നെ ഓട്സ് ഈ 1 സ്പൂണിനാണ് ഞാൻ എടുക്കുന്നത്. ഈ 1 സ്പൂണിന് 1 സ്പൂൺ ഓട്സ് ചേർത്ത് കൊടുക്കാം. എല്ലാ ഇൻഗ്രീഡിയൻസും അതായത് എടുക്കുന്ന ഈ പൗഡേഴ്സൊക്കെ കറക്റ്റ് ഒരേ അളവിൽ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓട്സ് നമ്മുടെ ചർമ്മത്തെ മോയ്സ്ചറൈസ് ചെയ്യാനും എക്സ്ഫോളിയേറ്റ് ചെയ്യാനും ക്ലെൻസ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. മാത്രമല്ല കൊളാജൻ പ്രൊഡക്ഷൻ ബൂസ്റ്റ് ആക്കാനും സ്കിൻ കോംപ്ലക്ഷൻ ഇംപ്രൂവ് ചെയ്യാനും സഹായിക്കും. അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 1 സ്പൂൺ തന്നെ അരിപ്പൊടിയും കൂടിയാണ്. അരിപ്പൊടി ഡെഡ് സെൽസ് എല്ലാം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ നല്ല ബ്രൈറ്റ് ആക്കാൻ വേണ്ടിയിട്ടും സഹായിക്കും. 3ഉം കൂടെ നന്നായിട്ട് മിക്സ് ആക്കുക. ഈ അരിപ്പൊടി കുറച്ച് തരി പോലെയുള്ളതായതുകൊണ്ട് അതുപോലെ ഓട്സ് ആണെങ്കിലും കുറച്ച് തരി പോലെയുള്ളതായതുകൊണ്ട് നന്നായിട്ട് നമ്മുടെ ചർമ്മം എക്സ്ഫോളിയേറ്റ് ചെയ്യാനായിട്ട് ഇത് രണ്ടും സഹായിക്കുന്നുണ്ട്. എല്ലാം മിക്സ് ആക്കി ഇനി ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ തേൻ ചേർത്ത് കൊടുക്കാം. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സ്ഫോളിയേറ്റ് ചെയ്യുന്ന സമയത്ത് ചർമ്മം ഓവറായിട്ട് ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ചർമ്മം നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാനായിട്ട് തേനിനാകും. അപ്പോൾ തേൻ ചേർത്ത് കൊടുത്തു കഴിഞ്ഞു. ഇത് നമ്മൾ ഈ പൗഡർ തയ്യാറാക്കി വെച്ചിട്ട് തേനൊക്കെ ചേർക്കുന്നത് നമ്മൾ കുളിക്കാനായിട്ട് എടുക്കുമ്പോൾ ബോഡി സ്ക്രബ് ചെയ്യാനായിട്ട് എടുക്കുമ്പോൾ മാത്രമേ ഇതിനകത്തേക്ക് തേനും അതുപോലെ റോസ് വാട്ടറും ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. റോസ് വാട്ടർ അല്ല ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ സാധാരണ വെള്ളം ചേർത്ത് കൊടുത്താലും മതി. റോസ് വാട്ടർ ഒഴിച്ചിട്ടുണ്ട്. സ്കിൻ ബ്രൈറ്റൺ ചെയ്യാനൊക്കെ ആയിട്ട് റോസ് വാട്ടർ നല്ലതാണ്. കുറച്ച് തിക്കായിട്ട് തന്നെയാണ് നമുക്ക് ഇത് ആവശ്യമുള്ളത്. നമുക്ക് ഒരുപാട് ലിക്വിഡ് ആയിട്ടുള്ളൊരു പാകത്തിന് ഇത് വേണ്ട. ഈ ഒരു പാകത്തിന് തന്നെ ഇത് മതിയാവും. സോ നമ്മുടെ സ്ക്രബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ നനഞ്ഞ ചർമ്മത്തിലേക്ക് ഈ സ്ക്രബ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടൊരു നല്ലൊരു സ്ക്രബ് പോലെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ സ്കിൻ ഈവൻ ആക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഡെഡ് സെൽസ് എല്ലാം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇത് സഹായിക്കും. നിങ്ങളൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നും കൂടെ നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ നമ്മൾ എന്തായാലും കുളിക്കുന്ന സമയത്തായിരിക്കും ബോഡി സ്ക്രബ് യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ കൈയും അപ്പോൾ സ്കിന്ന് നനഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഞാനിവിടെ നനച്ച് കൈ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഒരു സ്ക്രബ് ഇതുപോലെ ചർമ്മത്തിൽ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇത് ഡ്രൈ ആയിരിക്കുന്നത് കൊണ്ട് നമുക്കിത് അപ്ലൈ ചെയ്യാൻ പാടാണെന്നൊന്നും വിചാരിക്കേണ്ട. നമ്മൾ സ്കിൻ നനഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈസി ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. പുറത്തുനിന്നൊക്കെ സ്ക്രബ് വാങ്ങിക്കാൻ മടിയുള്ള ആളുകൾക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു ഹോം റെമഡിയാണ്. അപ്പോൾ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സ്ക്രബ് ചെയ്തതിന് ശേഷം ഇത് കഴുകി മാറ്റിയാൽ മതി. അപ്പോൾ ഞാൻ കയ്യിൽ നിന്ന് അതൊക്കെ കഴുകി മാറ്റിയിട്ടുണ്ട്. നമ്മൾ മുന്നത്തെ പോലെയല്ല, വളരെ സോഫ്റ്റ് ആയിട്ടാണ് കൈയുള്ളത്. നിങ്ങൾക്ക് 2 കൈയും കാണുമ്പോൾ ഒരു വ്യത്യാസം മനസ്സിലാകുന്നുണ്ടാവും. ഇത് അപ്ലൈ ചെയ്യാത്ത കൈ എന്ന് പറയുന്നത് കുറച്ച് ഡള്ളായിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് ചുളിവുകൾ പോലെ കാണുന്നുണ്ട്. അപ്ലൈ ചെയ്ത കയ്യിൽ ആ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല, വളരെ സോഫ്റ്റ് ആയിട്ടാണുള്ളത്. സോ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പറയാം.